module 3. Okay, so 4 to 5 problems ഇതുപോലെ നമുക്ക് എടുക്കേണ്ടി വരും, സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഏതായാലും ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇനി എനിക്ക് തോന്നുന്നില്ല ഒരു ഫർദർ ഈ സെമസ്റ്ററിൽ ഇപ്പോൾ ക്ലാസ് ഉണ്ടാവണം. എക്സാം ഒക്കെ അനൗൺസ് ചെയ്താണല്ലോ. സോ അറ്റ്ലീസ്റ്റ് 10 days സ്റ്റഡി ലീവ് കാരണം യൂണിവേഴ്സിറ്റിന്റെ ഇതിലുണ്ട്. അപ്പോൾ മിക്കവാറും അതിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുന്നു പ്രതീക്ഷിക്കാം. ഓക്കെ, 10 days സ്റ്റഡി ലീവ് തീർന്നുള്ളത് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ. സോ ആ 10 days എന്തായാലും ലീവ് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ സോളിഡ്സിലെ പ്രൊഡക്ഷൻ സോളിഡ്സിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. രണ്ട് ക്ലാസ്സിലും ലാസ്റ്റ് ചെയ്ത പ്രോബ്ലം സസ്പെൻഡഡ് സോളിഡ് അല്ലേ? Okay. Write down. Draw the positions of a pentagonal pyramid. Draw the positions of a pentagonal pyramid. (40 mm side). 40 mm side. Draw the positions of a pentagonal pyramid. 40 mm side. An axis 70 mm long. 40 mm side. An axis 70 mm long. If it is resting on one of its base edges, with the axis making an angle of 30 degree with HP. If it is resting on one of its bases with the axis making an angle of 30 degree with HP, and top view of the axis making an angle of 45 degree with XY line. Axis making an angle of 30 degree HP and top view of the axis making an angle of 45 degree with XY line. Okay, question clear ആണല്ലോ? So here a pentagonal pyramid ആണുള്ളത്. It's resting on one of its base edges with the axis making an angle of 30 degree with HP and top view of the axis making an angle of 45 degree with the XY line. So what will be the simple position? ഇങ്ങനെയാണ് simple position ഉണ്ടാവുക. How will you identify the simple position? Based on what? എവിടെയാണ് റസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റസ്റ്റ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ലേ? ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? സോ ഓക്കെ, എച്ച് പി റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് എച്ച് പി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഇൻ ദ ക്വസ്റ്റ്യൻ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓർ റെസ്റ്റിംഗ് ഓൺ വി പി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? റെസ്റ്റിംഗ് ഓൺ എച്ച് പി ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് എന്ന് മാത്രമേ പറഞ്ഞു. സോ we have to assume that the object is resting on HP, and if the object is resting on HP, simple position എങ്ങനെയായിരിക്കും? If it is resting on HP,
സിമ്പിൾ പൊസിഷൻ വിൽ ബി ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP. ഓക്കെ അല്ലേ? ശരിയാണ്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ റെസ്റ്റിംഗ് ഓൺ ഏത് പ്ലെയിൻ ആണ് ബേസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP, ആക്സിസ് പെർപെൻഡിക്കുലർ HP will be the simple position. So in that case നിങ്ങൾക്ക് ഏത് വ്യൂ ആയിരിക്കും ആദ്യം വരയ്ക്കേണ്ടത്? In which view you can see the true shape of the base or end face. Here top view ആണ് നമുക്ക് ആ പെന്റഗണിന്റെ ഷേപ്പ് കാണാൻ പറ്റുന്നത്. So you have to draw the top view first. Okay. Before drawing the top view, one more thing. എങ്ങനെയെങ്കിലും നമുക്ക് വരച്ചാൽ മതിയാവില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ്. ഓക്കെ, സോ ടോപ്പ് വ്യൂ എങ്ങനെ നിങ്ങൾ വരക്കണം? ഹൗ ടു ഡ്രോ ദ ടോപ്പ് വ്യൂ? രണ്ട് കണ്ടീഷനാണല്ലോ ഞാൻ പറഞ്ഞത്. റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരാം, അല്ലെങ്കിൽ റൈറ്റ് എക്സ്ട്രീമിൽ കോർണർ വരാം. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എഡ്ജ് കണ്ടീഷൻ ഉണ്ട്, റെസ്റ്റിംഗ് ഓൺ കോർണർ കണ്ടീഷൻ. സോ ഇവിടെ റെസ്റ്റിംഗ് ഓൺ എഡ്ജ് കണ്ടീഷൻ ആയതുകൊണ്ട് റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന വിധത്തിൽ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്ന വിധത്തിൽ ടോപ്പ് വ്യൂ വരയ്ക്കാം. ഓക്കെ, എക്സ്ട്രാന് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് വരയ്ക്കുക റൈറ്റ് എക്സ്ട്രീമിൽ. സോ അതിൻ്റെ അത് നമുക്ക് ബാക്കിയുള്ള എഡ്ജസ് പ്രൊവൈഡ് ചെയ്യാം. 108 ഡിഗ്രിയാണ് പെന്റഗണിന്റെ എഡ്ജസിന് അടുക്കുള്ള ആംഗിൾ നമുക്കറിയാം. സോ നമുക്ക് വരാം. പിന്നെ അതിന്റെ സെന്റർ പോയിന്റ് കാണാൻ അറിയാലോ. ഒരു കോർണറിന് ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് വരയ്ക്കുക, അതുപോലെ വേറൊരു കോർണറിന് ഓപ്പോസിറ്റ് എഡ്ജിന്റെ മിഡിൽ പോയിന്റിലേക്ക് വരിക. രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്നത് സെന്ററിലായിരിക്കും. സോ സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യാം. ദെൻ ഓൾ കോർണേഴ്സിന് സെന്ററിലേക്ക് വരയ്ക്കുന്നത് ഈ ലൈൻ എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് ആർ ദ സ്ലാന്റ് എഡ്ജസ്. ഓക്കെ, പിരമിഡിന്റെ കേസിൽ മാത്രമാണ് ഈ സ്ലാന്റ് എഡ്ജസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ പ്രിസത്തിനും സ്ലാന്റ് എഡ്ജസ് ഉണ്ടാവില്ലല്ലോ. സോ ഈ ലൈൻസ് ഉണ്ടാവില്ല. നമ്മൾ ഇതിന്റെ ഫ്രണ്ട് വ്യൂ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും പെന്റഗൺ പിരമിഡിന്റെ കേസിൽ ആക്സിസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പല ആൾക്കാരും ഈ കോർണർ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ആക്സിസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കണം. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് സെന്റർ കറക്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച സെന്റർ ഉണ്ട്. സോ അവിടുന്ന് യു ഹാവ് ടു പ്രൊജക്ട് ആക്സിസ് ലൈക്ക് ദിസ്. ഓക്കെ ഓക്കെ, ഒരു എഡ്ജും കൂടെ വിസിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ഒരു കോർണർ വരുന്നുണ്ട് അല്ലേ? നമ്മൾ റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് വരുന്നതാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഒരു എഡ്ജ് ഉണ്ട്, റൈറ്റ് എക്സ്ട്രീമിൽ എഡ്ജ് ഉണ്ട്, ഇവിടെ മിഡിൽ ഒരു എഡ്ജ് വരുന്നുണ്ട്. സോ ദാറ്റ് വി ഹാവ് ടു മാർക്ക്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തുള്ളത് A, B, C, D and E are the base chords and apex O, base center H. Okay, ഫ്രണ്ട് വ്യൂ വിസിബിൾ ആവുന്നത് ഞാൻ പറഞ്ഞു. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എക്സ് വൈന് പാരലൽ ഒരു ലൈൻ വരച്ചാൽ അതിനകത്ത് ലെഫ്റ്റ് എക്സ്ട്രീം തൊട്ട് റൈറ്റ് എക്സ്ട്രീം വരെയുള്ള പോയിന്റ്സ് ഫ്രണ്ട് വ്യൂ വിസിബിൾ ആയിരിക്കും. സോ ഹിയർ A will be visible, so A dash മാർക്ക് ചെയ്തു. then B വിസിബിൾ ആണ്, B dash മാർക്ക് ചെയ്തു. B ന്റെ നേരെ ഡയറക്റ്റ് ബിഹൈൻഡ് ആയിട്ട് E ഉണ്ടാവും. സോ E will not be visible, but you have to mark it in the brackets of B. Then C will be visible, D will not be visible. അതും ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യും. Okay. Then apex O and base center H. Okay. Next question നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അടുത്തത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? There are two inclinations. There are two inclinations. Axis making an angle of 30 degree with the HP and top view of the axis making an angle of 45 degree with the XY line. Okay. നമ്മൾ ഇതിൽ ഏതാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഏത് ആംഗിളാണ്? either 45 degree with 30 degree with HP or 45 degree with XY line. Top view of the axis making 45 degree with XY line. So ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് ഫസ്റ്റ് സിമ്പിൾ പൊസിഷൻ വരച്ചാൽ യെസ് കറക്റ്റ് 30 ഡിഗ്രി വിത്ത് HP അല്ലേ? റെസ്റ്റിംഗ് ഓൺ ഏത് പ്ലെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. സോ ക്വസ്റ്റ്യനിൽ ഇവിടെ ഒന്നും മെൻഷൻ ചെയ്യാത്ത കാരണം
we have to assume that the object is resting on the HP. So resting on HP എന്നുള്ള അസംഷനിൽ പോകുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എന്താ HP ആയിട്ട് മേക്കുന്ന ഇംഗ്ലീഷ്. ഓക്കെ, സോ ആക്സിസ് HP ആയിട്ട് മേക്കുന്ന ഇംഗ്ലീഷിന് ഇവിടെ തന്നിട്ടുണ്ട് ദാറ്റ് ഇസ് 30 ഡിഗ്രി വിത്ത് HP. ആക്സിസ് മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് HP. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 30 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ആക്സിസ് മാർക്ക് ചെയ്യാം അല്ലെ. ആക്സിസ് ആണല്ലോ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP പറഞ്ഞിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒബ്ജക്റ്റ് വരക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് വേണ്ടത്. ബട്ട് ഇത് ഞാൻ നിങ്ങളോട് വരക്കാൻ പറഞ്ഞത് എങ്ങനെയായിരുന്നു? നമുക്ക് ഇവിടെയുള്ള കണ്ടീഷൻ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? റൈറ്റ് എക്സ്ട്രീമിൽ വരുന്ന പോയിന്റ് സി ഷുഡ് ബി ഓൺ ദ എക്സ് ലൈൻ. ബിക്കോസ് എന്താ, ഈ സി ഡി എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ എഡ്ജ് ആണ്, ബേസ് എഡ്ജ് ആണല്ലോ. ദാറ്റ് ബേസ് എഡ്ജ് ഷുഡ് ബി ഓൺ HP. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒബ്ജക്റ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ആ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് എപ്പോഴും എക്സ് ലൈനിൽ തന്നെ ഉണ്ടാവണം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ വരയ്ക്കണം. അപ്പൊ ഇത് വരയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വരാൻ വേണ്ടി എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട്, അതായത് പോയിന്റ് സി എക്സ് ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ഈ ആംഗിൾ വരച്ചതെന്ന് പറഞ്ഞു. ബേസിന്റെ ആംഗിൾ ബേസ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എത്രയാണ് ആംഗിൾ വരിക? ബേസ് എക്സ് ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? What will be the angle? $60, correct, 60 degree, because this is 30 degree and this is 90 degree. Axis base ആയിട്ട് make ചെയ്യുന്ന angle 90 degree ആണ്. 90 plus 30 120, remaining എത്ര 60 ആണെങ്കിൽ മാത്രമേ ടോട്ടൽ 180 വരുള്ളൂ. സോ ഒരു ആംഗിൾ 180 ആയിരിക്കും ടോട്ടൽ ആംഗിൾസ് വരാം. സോ ദിസ് റിമൈനിങ് ആംഗിൾ വിൽ ബി 60 degree. സോ നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പം ഒരു പോയിന്റ് സി ഫസ്റ്റ് എക്സ് ലൈനിൽ ഫിക്സ് ചെയ്യുക, ദെൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 60 ഡിഗ്രി മെഷർ ചെയ്യുക. ഓക്കെ, ഈ ഡയറക്ഷൻ 60 ഡിഗ്രി മെഷർ ചെയ്യുക. ദെൻ ബേസ് വരയ്ക്കാം. ബേസിന്റെ ലെങ്ത് ഇവിടുന്ന് മെഷർ ചെയ്തിട്ട് ബേസ് വരയ്ക്കാം. ബേസ് വരച്ച് അതിൻ്റെ അകത്ത് കറക്റ്റ് പോയിന്റ്സിൽ എല്ലാ പോയിന്റ്സും, അതായത് പോയിന്റ് ബി മാർക്ക് ചെയ്യാനുണ്ട്, പോയിന്റ് ബിയും ആക്സിസ് എച്ച് ഒക്കെ മാർക്ക് ചെയ്യാനുണ്ട്. സോ അത് ഏതെങ്കിലും ഒരു കോർണർ സിന്നോ അല്ലെങ്കിൽ എന്നോ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് നമ്മളത് മാർക്ക് ചെയ്യണം. ബേസ് ആദ്യം വരയ്ക്കാം, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ബട്ട് ഈ 60 ഡിഗ്രി എന്നുള്ള മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം 30 ഡിഗ്രി എന്നുള്ള ആംഗിൾ മാത്രം മാർക്ക് ചെയ്താൽ മതി. അതാണ് ക്വസ്റ്റിന് തന്നിട്ടുള്ള ആംഗിൾ. സോ അത് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ പോയിന്റ് സി ഫിക്സ് ചെയ്യാണ്. പോയിന്റ് സി ഫിക്സ് ചെയ്തു. ദെൻ ബേസ് 60 ഡിഗ്രി ആംഗിളിൽ ബേസ് വരച്ചു. ഓക്കെ, ദെൻ അതിൽ ആക്സിസ് മാർക്ക് ചെയ്യാം. ആക്സിസിന്റെ എച്ച്, പിന്നെ ബി കോർണർ ബി. ഓക്കെ, എ ഇവിടെ തന്നെ ഉണ്ടാവും, A1'. ഓക്കെ, C1' ഹിയർ. പിന്നെ തേർഡ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോമ്പസിൽ സി എന്ന് ഓലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, എന്നിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ എ എന്ന് ഓലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും സിഒയും എയും സെയിം ഡിസ്റ്റൻസ് എടുക്കും. ഓക്കെ, സിഒ കോമ്പസ് എടുത്തിട്ട് സെയിം ഡിസ്റ്റൻസ് തന്നെ രണ്ട് ഭാഗത്ത് നിൽക്കും. അത് കറക്റ്റ് അല്ല, തെറ്റാണ്. ബിക്കോസ് ഇത് രണ്ടും ഡിഫറെന്റ് ആണ്, രണ്ട് ലെങ്ത് രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ അത് കറക്റ്റ് മെഷർ ചെയ്തിട്ട് തന്നെ നമ്മൾ ആർക്ക് വരക്കണം. ഓക്കെ, അതർവൈസ് നിങ്ങൾക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എച്ചിന്റെ ലൊക്കേഷൻ ഇവിടെ മാർക്ക് ചെയ്ത്, ദിസ് ഇസ് H1'. ഓക്കെ, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് എച്ച് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും ആക്സിസ് പാസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതിന് ഈ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ മതി. ഓക്കെ, ആക്സിസ് പ്രൊജക്ട് ചെയ്താൽ മതിയല്ലോ, ചെയിൻ ലൈൻ ആണ് ആക്സിസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ആക്സിസിന്റെ ഹൈറ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതാണ് ഹൈറ്റ്. സോ ആ ലെങ്ത് തന്നെ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് മെഷർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ അപ്പെക്സ് O1' കിട്ടി. നമുക്ക് ജോയിൻ. ഓക്കെ, ബട്ട് നമ്മളിവിടെ ആംഗിൾ മാർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ ആംഗിൾ മാർക്ക് ചെയ്യണമെങ്കിൽ ഈ ആക്സിസ് ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. ദിസ് ഈസ് 30 ഡിഗ്രി. ഇതാണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ആംഗിൾ. സോ ആ ആക്സിസ് ഫർദർ ബാക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആംഗിൾ മാർക്ക് ചെയ്യുക 30 ഡിഗ്രി. അല്ലാതെ ബേസിന്റെ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിന്റെ ടോപ്പ് വ്യൂ വരക്കണം.
അതിന് മുമ്പായിട്ട് കോർണർ ബി മാർക്ക് ചെയ്യാം. B1 ഡാഷ് ആൻഡ് E1 ഡാഷ്. E1 ഡാഷ് ബ്രാക്കറ്റിലും C1 ഡാഷിന്റെ ബ്രാക്കറ്റിലായിട്ട് D1 ഡാഷ്. D1 ഡാഷ്. Okay. Now, from all corners, drop lines vertically downwards, and from the first top view, right direction lines project ചെയ്യാം. എല്ലാ കോർണേഴ്സും റൈറ്റിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ എന്ന് വരക്കുന്ന ലൈനിൽ തന്നെ O വരും, അപ്പെക്സ്. അതുകൊണ്ട് ഈ ലൈൻ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരാം, ബിക്കോസ് O1 ഇവിടെയാണ് വരുന്നത്. ഓക്കെ. now points മാർക്ക് ചെയ്യുകയാണെങ്കിൽ 1 by 1 ആയിട്ട് A and A1 dash മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ദിസ് ഈസ് A1, B1 and B here, B1 dash and B, B1, C and C1 dash മീറ്റ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നു. C1, D and D1 ഇവിടെ മാർക്ക് ചെയ്യാം. D1 and E1 dash here, E1. Now the apex O1 dash and O ഇവിടെ മീറ്റ് ചെയ്യുന്നു. This is O1 and also H മാർക്ക് ചെയ്യണ്ടേ. സോ H പോയിന്റ് അതേ പൊസിഷനിലാണ് ടോപ്പിൽ ഉണ്ടാവുക. ഇവിടുന്ന് റൈറ്റിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ H ഡാഷ് നിന്ന് താഴേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ദിസ് വിൽ ബി H1. ഓക്കെ. നൗ എക്സ്ട്രീം പോയിന്റ്സ് ജോയിൻ ചെയ്യുക, ബൗണ്ടറി ഫോം ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് വരയ്ക്കുമ്പോൾ ചിലപ്പം ഈ പോയിന്റ് സി ഈ ലൈൻ തന്നെ വരാം. BOയിൽ വരുന്ന ഈ ലൈൻ തന്നെ ടച്ച് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആംഗിളിനെ, ഈ ഒബ്ജക്റ്റ് എത്ര ഡിഗ്രി ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ പോയിന്റ്സിന്റെ ലൊക്കേഷനൊക്കെ മാറും. സോ ഹിയർ നിങ്ങൾക്ക് ചിലപ്പം ഈ പോയിന്റ് ഇവിടെ കിട്ടാം, അല്ലാതെ അങ്ങനെ അല്ലാതെ കിട്ടാതിരിക്കാം. ഓക്കെ. അത് നോക്കിയിട്ട് പ്രൊസീജിയർ മാത്രം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് വരയ്ക്കുന്നുള്ള പ്രൊസീജിയർ മാത്രം ശ്രദ്ധിക്കുക. Then boundary ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. Now we have to check the visibility of the face, that base. ബേസ് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആണോ അല്ലയോ എന്നാണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. അതും ഞാൻ പറഞ്ഞല്ലോ, പറയാൻ പറ്റുമോ? ഈ പൊസിഷനിൽ ടോപ്പ് വ്യൂവിൽ ബേസ് വിസിബിൾ ആയിരിക്കും അതോ വിസിബിൾ ആണോ എന്നാണ് പറയുന്നത്. The top view, whether base will be visible or not. No. ശ്രീരാജ് നോ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ എന്താ പറയുന്നത്? നോ. ആദർശ് നോ. ആരെങ്കിലും യെസ് എന്ന് പറയുന്നുണ്ടോ? ഇത് നമുക്ക് ഇമാജിൻ ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഇവിടെ നോക്കാം. ഇവിടെ ഈ പൊസിഷനകത്ത് റിലേറ്റീവ് പൊസിഷൻ നോക്കാം. അപ്പെക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബേസിന്റെ പൊസിഷൻ എങ്ങനെയല്ലേ നോക്കിയാൽ മതി. If the base is nearer to the x-line compared to apex, in the top view, base will not be visible. Okay. Apex ഇപ്പൊ മുകളിലേക്ക് പോയിന്റ് ചെയ്തിട്ടാണ്, ബേസ് താഴെ നിയർ ടു x-line ബേസ് ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇൻ ദ ടോപ്പ് വ്യൂ, ടോപ്പ് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ബേസ് വിസിബിൾ ആയിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ബേസ് മുകളിലായിട്ടും അപ്പെക്സ് താഴെയായിട്ടും ശേഷം അപ്പോൾ ബേസിന്റെ പൊസിഷൻ x-line എവേ ആയിട്ടുള്ളതെങ്കിൽ ടോപ്പ് ബേസ് വിസിബിൾ ആയിരിക്കും. അത് ആ ഒരു കേസാണ് നമുക്ക് സസ്പെൻഡ് സോഴ്സ് വന്നത് അല്ലേ. സസ്പെൻഡ് സോഴ്സിൽ സെക്കൻഡ് പൊസിഷനിൽ ബേസ് ഫ്രം ദ x-line കമ്പയർ ടു ദ അപ്പെക്സ്, അപ്പെക്സ് താഴെ പോയിന്റ് ആയിട്ടാണ്. ആ കേസിൽ നമുക്ക് ടോപ്പിൽ ബേസ് വിസിബിൾ ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാതെ അതായത് x-y ആയിട്ട് ബന്ധപ്പെടുത്താം. വിത്ത് റെസ്പെക്ട് ടു x-y line, if base is away from the x-y line, in the corresponding top view, the base will be visible. അതേപോലെ നമ്മൾ ഫൈനൽ പൊസിഷൻ വരയ്ക്കുമ്പോഴും പറയുന്നത്, ഫൈനൽ പൊസിഷൻ നമ്മൾക്ക് ടോപ്പ് വ്യൂ മാറ്റി വരയ്ക്കുമല്ലോ. ഈ മാറ്റി വരയ്ക്കുന്ന സമയത്ത് ബേസ് x-y away ആണെങ്കിൽ, ബേസ് x-y away ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ ബേസ് വിസിബിൾ ആയിരിക്കും.
ഓക്കെ, അല്ല ബേസ് നിയറർ ടു എക്സ് ലൈൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂവിൽ ബേസ് വിൽ നോട്ട് ബി വിസിബിൾ. ആ സെയിം തന്നെയാണ് രണ്ട് കേസിലും പറഞ്ഞത്, രണ്ട് സ്ഥലത്തും പറഞ്ഞത്. ഓക്കെ, ദെൻ സോ സിൻസ് ബേസ് ഇസ് നോട്ട് വിസിബിൾ, ഇതിലെ റിമൈനിങ് എഡ്ജസ്, ബേസിലെ റിമൈനിങ് എഡ്ജസ് ഓൾറെഡി ബൗണ്ടറിയിൽ എ ഇ ആൻഡ് എ ബി വന്നിട്ട് റിമൈനിങ് എഡ്ജസ് ആർ ഇ ഡി, ഡി സി ആൻഡ് ബി സി. സോ ഇത് വിസിബിൾ ആയിരിക്കില്ല. സോ അത് യു ഹാവ് ടു ജോയിൻ യൂസിങ് ഡാഷ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, സോ ഡി ആൻഡ് സി ആർ ഇൻവിസിബിൾ. അത് നമുക്ക് ഇവിടെ തന്നെ വേണം, കാരണം ഇതെല്ലാം ഡാഷ് ലൈൻ ആണ്. സോ ഡി ഈസ് നോട്ട് വിസിബിൾ, സി ഈസ് നോട്ട് വിസിബിൾ. അപ്പൊ അങ്ങനെയാണ് അതിലൂടെ പോകുന്ന ലോങ് എഡ്ജസും വിസിബിൾ ആയിരിക്കില്ല. സോ that also you have to mark using dashed line. Then what is the condition of AO, whether it will be visible or not? Longer edge AO. You can see that A is the topmost point here. A ആണ് ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ്. അപ്പം ടോപ്പ് വ്യൂവിൽ ഇവിടെ നോക്കുന്ന സമയത്ത് പോയിന്റ് എ എന്തായാലും വിസിബിൾ ആയിരിക്കും, അതിൽ സംശയമില്ല. ഓക്കെ, അപ്പൊ എ വിസിബിൾ ആയതുകൊണ്ട് തന്നെ എയിലൂടെ പോകുന്ന ലോങ്ങർ എഡ്ജ് ഇറ്റ് വിൽ ബി വിസിബിൾ. ഓക്കെ, സോ ഇവിടെ നോക്കാം, നമ്മുടെ ഇതാണ് ബേസ് എഡ്ജ്. ഈ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഇതിനെ ടിൽറ്റ് ചെയ്തു, ഇങ്ങനെ ടിൽറ്റ് ചെയ്തു. ഓക്കെ, ബേസ് എഡ്ജ് ഇത് വരുന്ന വിധത്തിൽ നമ്മൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിന്റ് ഇതാണ് അല്ലേ, ഈ കോർണർ. ദിസ് ഇസ് പോയിന്റ് എ. അതിലൂടെ പോകുന്ന എഡ്ജാണിത്, അത് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിരിക്കും. അതാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോ ഇതിന്റെ ആക്സിസ് ഞാനിവിടെ H1O1 മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഓൾറെഡി എന്റെ മുകളിലൂടെ ഒരു വിസിബിൾ എഡ്ജ് തിക്ക് ലൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ആക്സിന്റെ ലൈൻ ചെയിൻ ലൈനൊക്കെ പ്രിഫറൻസ് കൂടുതൽ ഈ വിസിബിൾ എഡ്ജിനാണ്. സോ നമുക്ക് H1O1 ഈ ലെങ്ത് തന്നെ എടുക്കാം. ഇത് ഇവിടെ ഉണ്ട്, നമുക്ക് അസ്യൂം ചെയ്യാം. ആക്സിസ് അതിന്റെ ഉള്ളിലൂടെ പോകുന്നത് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് പൊസിഷൻ ഈസ് കംപ്ലീറ്റ്. നൗ തേർഡ് പൊസിഷൻ. തേർഡ് പൊസിഷനിൽ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? Top view of the axis making an angle of 45 degree with the xy line. Top view of the axis making an angle of 45 degree with the xy line. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ആക്സിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ളത്? H1O1 ഉള്ളത് ഇപ്പോൾ എങ്ങനെയാണുള്ളത്? അത് പാരലൽ ടു ദ xy line അല്ലേ? പാരലൽ ടു ദ xy line ആണല്ലോ. പാരലൽ ടു ദ xy line എന്നാൽ പാരലൽ ടു VP ആണ് ഉദ്ദേശിക്കുന്നത്. Okay, in the top view, if the line is parallel to x line, that means that line is parallel to VP. So here, this axis is parallel to x line. Then, in the question, it's given that axis is making an angle of 45 degree with the xy line. So, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ H1O1 should be inclined 45 degree to x line. So, third portion അങ്ങനെയാക്കി മാറ്റി വരക്കാണ് വേണ്ടത്. Okay, so 45 degree ആംഗിളിൽ ഒരു ലൈന് വരയ്ക്കാം. 45 ഡിഗ്രി ആംഗിൾ ഒരു ലൈന് വരയ്ക്കാം. ദെൻ അവിടെ അതിൽ നമ്മൾ H1O1 റെപ്രസെന്റ് ചെയ്യാം. H1 H2 എന്ന് മാർക്ക് ചെയ്യാം, അടുത്ത പൊസിഷനിൽ. സോ H2O2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു മാർക്ക് ഓൾ അതർ പോയിന്റ്സ്. അപ്പൊ എച്ചിന്റെ നേരെ ബേക്കിലായിട്ടാണ് പോയിന്റ് എ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ കുറച്ച് H2നെ കുറച്ച് മുമ്പായിട്ട്. ഇനി ഇത് കംപ്ലീറ്റ് നമ്മൾ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതുപോലെ റൈറ്റ് സൈഡ് ഇങ്ങനെ 45 ഡിഗ്രി ആംഗിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ Hന്റെ നേരെ ബാക്കിലായിട്ട് എ വരണം. അത് കറക്റ്റ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ A2. ബാക്കിയുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് സി ആൻഡ് ഡി കാണാൻ. സി ഡി ഇത് എന്താണ്? ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. സി ഡി എന്ന് പറയുന്ന എഡ്ജ് ഡാഷ് ലൈൻ ആണ്, അത് ഈ വെർച്വൽ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണുള്ളത്. സോ നമ്മൾ ഇവിടെയും ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ബട്ട് അത് കറക്റ്റ് ഡിസ്റ്റൻസ് തന്നെ മാർക്ക് ചെയ്യണം. അതായത് H1 നിന്ന് ഈ ഡാഷ് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഈ ലൈനിൽ മെഷർ ചെയ്യാം. ഓക്കെ, ദെൻ പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യാം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ വരച്ച ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്യാം. Then we will get points D2 and point C2. Okay, D2 and C2 ഇതുപോലെ മാർക്ക് ചെയ്യാം.
ഇനി ലാസ്റ്റ് 2 പോയിന്റ്സ് എന്നുള്ളത് ഇ ആൻഡ് ബി. അപ്പോൾ അതും ഇ ബി ഈ പ്രൊജക്ഷൻ ലൈൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഇ ബി എന്നുള്ള പ്രൊജക്ഷൻ ലൈൻ ദാറ്റ് ഓൾസോ ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ആക്സിസ്, അല്ലെങ്കിൽ ഈ ലൈൻ എ പറയുന്ന ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. സോ എ എന്ന് അതിലേക്ക് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ എക്സ് എന്ന് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മെഷർ ചെയ്ത് ഈ ലൈനിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈനിന് പെർപെൻഡിക്കുലർ തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈനിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ ഈക്വൽ ആയിരിക്കും, രണ്ട് ഈക്വൽ ആയിരിക്കും. സോ അത് കറക്റ്റ് ഈക്വൽ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഹിയർ B2 ആൻഡ് E2 അതും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ജോയിൻ ദീസ്. അപ്പോൾ നമ്മൾ റീഡ്രോ ചെയ്യുന്ന സമയത്ത് ഇതേ സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, സെയിം സൈസ് ആൻഡ് ഷേപ്പ് ആണ് ഉണ്ടാവുന്നത്. ഞാൻ വരച്ചപ്പോൾ കുറച്ച് സൈസ് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ സെയിം ലെങ്ത് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് ഇതേ ഷേപ്പ് തന്നെ അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വിസിബിൾ ആയിട്ടില്ല, സെക്കൻഡ് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള എന്തൊക്കെയാണോ അത് വിസിബിൾ ആയിരിക്കും. അതിൽ ഡാഷ് ആയിട്ടൊക്കെ ഇവിടെയും ഡാഷ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യണം. സോ ദിസ് വിൽ ബി ദ റൊട്ടേറ്റ് പൊസിഷൻ. ഓക്കെ, അതായത് ആക്ച്വൽ പൊസിഷൻ. റൊട്ടേറ്റ് പൊസിഷൻ മീൻസ് നമ്മൾ പൊസിഷനിൽ പറഞ്ഞ ആക്ച്വൽ പൊസിഷൻ ഇതാണ്. ദാറ്റ് ഈസ് 45 ഡിഗ്രി. ആക്സിസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു ദ എക്സ് ലൈൻ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂ പ്രൊജക്ട് ചെയ്യണം. ഫ്രം ദീസ് കോർണേഴ്സ് ഡ്രോ ലൈൻസ് vertically upwards. Now from the second front view എല്ലാ കോർണേഴ്സും റൈറ്റ് സൈഡിലേക്കും പ്രൊജക്ട് ചെയ്യും. സി ആൻഡ് ഡി is already on the X line. അപ്പോൾ അവിടുന്ന് ലൈൻ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി X line അവിടെ ഉണ്ട്. ദെൻ apex O. ഓക്കെ, ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. പോയിന്റ്സ് 1 by 1 നോക്കാം. പോയിന്റ് A2 and A1 dash here, A2 dash, then B2 and B1 dash, B2 dash, C2 and C1 dash ഇവിടെയാണ് കിട്ടുന്നത്. സോ ഹിയർ C2 dash, D2 and D1 dash മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ദാറ്റ് ഇസ് D2 dash, then E2 and E1 dash ഈ ഒരു പൊസിഷനിലാണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് E2 dash. O2 and O1 dash മീറ്റ് ചെയ്യുന്നത് O2 dash മാർക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് ജോയിൻ ചെയ്യാം. അഗൈൻ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഇത് ബൗണ്ടറി വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രീം ആയിട്ട് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്യാം. ഇത് കറക്റ്റ് എക്സാക്ട് ഇതേ ടൈപ്പിൽ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രൊസീജിയർ മാത്രം ഫോളോ ചെയ്യാം. അപ്പം എക്സ്ട്രീം പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ബൗണ്ടറി വരയ്ക്കുക. നൗ വിസിബിലിറ്റി ആണ് പറഞ്ഞത്. എങ്ങനെയായിരിക്കും ഈ ഒരു പൊസിഷൻ നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു പൊസിഷനാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദ ഫ്രണ്ട് വ്യൂ വാട്ട് വിൽ ബി ദ വിസിബിലിറ്റി ഓഫ് ദ എൻഡ് ഫേസ് ഓർ ബേസ്? എങ്ങനെ ഉണ്ടാവുക? ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, എങ്ങനെയാണ് വിസിബിൾ ആയിരിക്കും അതോ എന്താണ്? ഞാൻ എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ബേസ് ടോപ്പ് വ്യൂ, if the base is nearer to X line compared to apex, in that case front view base will not be visible. ഓക്കെ, ഇപ്പൊ ഇവിടെ എങ്ങനെയാണുള്ളത്, ബേസ് വിൽ നോട്ട് ബി വിസിബിൾ. പക്ഷെ നമ്മൾ ഈ 45 ഡിഗ്രി ആംഗിൾ നമുക്ക് തിരിച്ചും വെക്കാലോ. ഇതുപോലെ 45 ഡിഗ്രി ആംഗിൾ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് നമ്മൾ ഇപ്പൊ ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്ത്, അതിന് പകരം തിരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അപ്പെക്സ് മുകളിലേക്കാണ് പോയിന്റ് അല്ലെ. അപ്പൊ മുകളിലേക്ക് പോയിന്റ് ചെയ്യുന്ന സമയത്ത് ബേസ് ഈസ് അവേ ഫ്രം ദ എക്സ് ലൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിൽ ഇൻ ദ ഫ്രണ്ട് വ്യൂ ബേസ് വിൽ ബി വിസിബിൾ. ഓക്കെ, അപ്പൊ എക്സ് ലൈനായിട്ട് നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. ഇൻ എക്സ് ലൈൻ അടുത്തായിട്ടാണ് ബേസ് വരുന്നതെങ്കിൽ in the front view base will not be visible. Okay, so here since the base is not visible, remaining edges should be marked using dashed line.
ബേസ് വിസിബിൾ ആകുന്നുണ്ട്. സോ ഹിയർ ഹി ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ അതുകൊണ്ട് ഇതിലൂടെ പോകുന്ന ലോങ്ങർ എഡ്ജും വിസിബിൾ ആയിരിക്കില്ല. ദെൻ സി വിസിബിൾ ആണ്, ബി വിസിബിൾ ആണ്. സോ ഇതിലൂടെയുള്ള ലോങ്ങർ എഡ്ജ് വിസിബിൾ ആയിരിക്കും. ഇതുപോലെയാണ് ഫൈനൽ പൊസിഷൻ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സ് കൂടെ മാർക്ക് ചെയ്യാം. ആക്സ് മാർക്ക് ചെയ്യാൻ H1 ഡാഷ് നിന്ന് റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യാം. H2 നേരെ മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യാം. ഇവിടെയാണ് വരുന്നത്. ഇവിടെ H2 വരുന്നത്. അപ്പൊ അവിടെ അഗൈൻ ഇവിടെ ഡാഷ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് അത് മാർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത്ര മതി. ഓക്കെ, ഇത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതല്ലേ? നമുക്ക് 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സാധാരണ അങ്ങനെയല്ലേ, 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ല. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇനി 25 സ്റ്റാർട്ട് ചെയ്യാം. 10:25 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വരക്കണമെന്നുണ്ടെങ്കിൽ വരച്ച് തുടങ്ങി പോട്ടോ. ഓക്കെ, വരക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, വരച്ച് തുടങ്ങാം.